നമസ്കാരം. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവരിലേക്കും ഒരു വിവരം അറിയിക്കാനാണ്. കുറേ പേര് എന്നോട് എന്തുകൊണ്ട് ഞാൻ റീൽസ് പോസ്റ്റ് ഇപ്പോൾ ഒന്നും ഞാൻ കുറേ നാൾ കൊണ്ട് ഇടുന്നില്ല, ഈ പറയുന്ന നമ്മുടെ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഒന്നിലും തന്നെ ഞാനിപ്പോൾ ഒരു അപ്ഡേറ്റും കൊടുക്കാറില്ല. അപ്പം ഈ പറയുന്ന എൻ്റെ ഫോളോവേഴ്സ് ആയിക്കോട്ടെ, എന്നെ അറിയാവുന്നവരായിക്കോട്ടെ, ഈ പറയുന്ന ഞങ്ങളുടെ ഈ ഒരു സർക്കംസ്റ്റൻസ് അറിയാത്ത കുറേ പേര് ഞങ്ങൾക്ക് മെസ്സേജായിട്ട് അതുപോലെ തന്നെ വിളിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ വിളിക്കുന്നവർക്ക് ഞാൻ അപ്പോൾ തന്നെ ഞങ്ങൾ റീസൺ പറയുന്നുണ്ട്. പക്ഷെ അല്ലാത്ത പക്ഷം കുറേ പ്രൊമോഷൻ വീഡിയോസ് ആയാലും അല്ലാതെ അങ്ങനെയുള്ള കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ആർക്കും തന്നെ ഞാനിപ്പോൾ ഒരു തരത്തിലും ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റിപ്ലൈ കൊടുക്കാത്ത എല്ലാവർക്കും തന്നെ ഞാൻ ഒരു ബിഗ് സോറി പറയുകയാണ്. കാരണം ഞങ്ങൾക്കത് എന്താ പറയുക, മെസ്സേജായിട്ട് പോലും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞാനിപ്പോൾ ഇടുന്നത്. ഞാൻ ഈ പറയുന്ന കുറേ നാളായിട്ട് ഞാൻ എന്തുകൊണ്ട് റീൽസ് ഇടുന്നില്ല, അല്ലെങ്കിൽ എന്താണ് കാരണം എന്നുള്ളതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ പപ്പ ഞങ്ങളെ വിട്ടു പോയി. എൻ്റെ പപ്പ ഈ ഒരു ഏപ്രിൽ 10 ഞങ്ങളെ വിട്ടു പോയി എന്നുള്ള വിവരം ഒരുപാട് പേര് അറിഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എൻ്റെ പപ്പയുടെ പേര് എസ് ഗീതാരാജൻ എന്നാണ്. പോളിടെക്നിക്കിലെ പ്രൊഫസർ കൂടെ ആയിരുന്നു, റിട്ടയർഡാണ്. ജന്മന പുള്ളിക്ക് ഒരു ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അതിന് പക്ഷേ ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ അല്ലാത്ത പക്ഷം ഒരു പ്രഷറോ ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും തന്നെ ഇല്ലാത്തൊരു വ്യക്തി പെട്ടെന്ന് കുഴഞ്ഞ് വീണ് ഞങ്ങൾ കൊണ്ടുപോയപ്പോഴത്തേക്കും ആൾ പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ പോയി എന്ന് പറഞ്ഞപ്പോൾ റീസൺ അവരോട് ചോദിച്ചപ്പോഴും അവർക്കറിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യേണ്ടി വന്നു. സോ അങ്ങനെയാണ് അതിൻ്റെ റീസൺ കണ്ടുപിടിച്ചത്. അറ്റാക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇതെല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വലിയൊരു കാര്യം ഞങ്ങൾ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം പപ്പ ഞങ്ങളെ വിട്ട് പോയിട്ടില്ല. അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ മനസ്സിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ പപ്പ ഏത് സമയവും ഇച്ചിരി എന്താ പറയുക, എന്ത് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും ഇപ്പോൾ പുറത്തൊക്കെ പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഞങ്ങളിവിടെ നാളെ എടുക്കുമ്പോൾ തന്നെ പുള്ളിക്ക് പുള്ളി കോൺഷ്യസേ ഉണ്ടായിരുന്നില്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ ഭയങ്കരമായിട്ടൊരു ഇപ്പോഴും ക്വസ്റ്റ്യൻസാണ് ഞങ്ങളുടെ മുന്നിൽ. അപ്പം ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. വാട്ട്സ് റീസൺ, എന്താണ് ഒരു അപ്ഡേറ്റ് ഇല്ല, ഒന്നുമില്ല, എന്ത് പറ്റി അമൃത എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടാത്തത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരൊറ്റ വീഡിയോ എന്ന രീതിയിലാണ് ഞാനിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇനി ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുള്ള പ്രൊമോഷൻസ് ആയാലും കമ്മിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആയാലും പുതിയ ചെയ്യുന്നതായിരിക്കും. ആക്ച്വലി ഞങ്ങളിപ്പോഴും ഞാൻ പറഞ്ഞില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടുന്ന് പോയി എന്നുള്ളത്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇനിയും മുന്നോട്ട് പോകുന്നത്. കാരണം പപ്പ ഇപ്പോൾ പുറത്ത് പോയിരിക്കുന്നു, ഇതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങളിപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. ഞങ്ങളുടെ വിചാരം പപ്പ ഇപ്പോൾ പുറത്ത് പോയിരിക്കുകയാണ്. കാരണം അന്ന് ഏപ്രിൽ 10 പപ്പ പോയത്. പുള്ളി അന്നത്തെ ദിവസം പോലും രാവിലെ 10 മണിക്ക് പുറത്തൊക്കെ പോയി ട്രിവാൻഡ്രം ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. ഏതൊരു പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും ഒന്നുപോലും മിസ് ചെയ്യാതെ എല്ലാം പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക, ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു വ്യക്തിയാണ്. സൂര്യ ഫെസ്റ്റിവൽ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തി. ഇപ്പം ഈ പറയുന്ന എക്സ്പോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും പപ്പ അവിടെയൊക്കെ ആയിരുന്നു. അതൊന്നും പപ്പയ്ക്ക് കാണാൻ പറ്റിയില്ല. ഒരു തിരുവനന്തപുരം എല്ലാം തന്നെ പപ്പയ്ക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതാണ്. സോ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇടുന്നത് ഇത്രയേ ഉള്ളൂ. എൻ്റെ പപ്പ പോയ കാര്യം ഒരുപാട് പേരിലേക്ക് ഞങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇതെല്ലാം പെട്ടെന്നായതുകൊണ്ട് തന്നെ, ലീഗലായിട്ട് മൂവ് ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാ ചടങ്ങുകളും പെട്ടെന്ന് നടത്തേണ്ടി വന്നു. സോ ഒരുപാട് പേരിലേക്ക് ഞങ്ങൾക്ക് വിളിച്ചറിയിക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. പപ്പയുടെ ഒരുപാട് അടുത്ത സുഹൃത്തുക്കളുണ്ട്, അടുത്ത ബന്ധുക്കൾ, അവരിലേക്ക് മാത്രം ഞങ്ങൾക്ക് പെട്ടെന്ന് ഈ വിവരം ഒന്നോ രണ്ടോ പേരിലേക്ക് അറിയിക്കുമ്പോൾ ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും ഈ മരണത്തിനും ചടങ്ങെല്ലാം ശേഷം ആൾക്കാർ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. എന്ത് പറ്റി, ഞങ്ങൾ ഇപ്പോഴാണല്ലോ അറിഞ്ഞത്, എന്താ ഞങ്ങളെ വിളിച്ച് പറയാത്തത്, റിയലി സോറി, ഞങ്ങൾക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഒരുപാട് പപ്പയ്ക്ക് പേഴ്സണലി അറിയാവുന്നവരെ ഞങ്ങൾക്കൊന്നും പറയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആരിലേക്കും പേഴ്സണലി അറിയിക്കാൻ പറ്റാത്തതിൽ റിയലി സോറി. അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെയും കൂടെ കൺസിഡർ ചെയ്യണം. ഇടയ്ക്ക് കുറച്ച് ബ്രേക്ക് വന്നു. നമുക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് വീഴ്ചകൾ വരും. അതിലൊരു വീഴ്ചയായിട്ടാണ് ഞങ്ങളിപ്പോൾ ഇതിനെ കാണുന്നത്.
എങ്കിൽ പോലും പപ്പ ഞങ്ങളെ വിട്ടു പോയിട്ടില്ല എന്നൊരു വിശ്വാസത്തിന്മേൽ ഞങ്ങൾ ഇനിയും ജീവിക്കുകയാണ്. പപ്പ പോയതിൻ്റെ തലേ ദിവസം ഞാനെടുത്ത കുറച്ച് റീൽസൊക്കെ ഉണ്ട്, അതൊക്കെ ഇടണം എന്നുണ്ട്. പക്ഷേ മാനസികാവസ്ഥ ഓക്കെ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും നാളും ഞാൻ ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ തലേ ദിവസം പപ്പ ഇട്ട് തന്ന ആഹാരം, പപ്പ എനിക്കങ്ങനെ ഒപ്പം ചായ അടുക്കളയിലൊന്നും കയറാത്തൊരു വ്യക്തി. തലേ ദിവസം ഞാൻ ഷൂട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് പോയി ഒരു ചായയൊക്കെ മോളെ ഞാൻ ചായ ഇട്ട് തരാം എന്നൊക്കെ പറഞ്ഞ് പപ്പയായിട്ട് എനിക്ക് ചായയൊക്കെ ഇട്ട് തന്നു. ആ ചായയും കുടിച്ച് ഞാൻ റീൽസ് എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ പോയി. പക്ഷേ ഞാനത് ഇട്ടില്ല, പപ്പയ്ക്ക് കാണാനും പറ്റിയിട്ടില്ല. പിന്നെ പപ്പയായിട്ട് ഇനിഷ്യേറ്റ് എടുത്ത് മക്കളെ നമുക്ക് റീൽ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കണ്ടൻസൊക്കെ എടുത്തു വെച്ചു. പക്ഷേ അതൊക്കെ ഒരു ധൃതിപ്പെട്ടിട്ടെടുത്തതുകൊണ്ട് തന്നെ അതൊന്നും ക്ലാരിറ്റി ഇല്ല. എങ്കിൽ പോലും അതെൻ്റെ പപ്പയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാനത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം പപ്പ പെട്ടെന്ന് പ്രത്യേകം പറഞ്ഞൊരു കാര്യം, മക്കളെ എൻ്റെ പേര് അതിൽ കൊടുക്കണേ, ഡയറക്റ്റഡ് എന്നോ അല്ലെങ്കിൽ സ്റ്റോറി ബൈ എന്നും പറഞ്ഞ് ക്രെഡിറ്റ്സ് പപ്പയ്ക്ക് കൊടുക്കണേ എന്നൊക്കെ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു. പപ്പയാണത് വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നത്, പപ്പയുടെ ഐഡിയയിൽ പപ്പ ചെയ്തു തന്നതാണ്. സോ എന്താ പറയുക, അപ്പം അതൊക്കെ ഇടണം, ചെയ്യണം, ഇനിയും മൂവ് ചെയ്യണം, ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഞങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, പപ്പ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിന് ഞങ്ങളിനി മുന്നോട്ട് പോകും. അതിനെല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ആൻഡ് സോറി ഫോർ ദ ഡിലേ. താങ്ക് യു. നമ്മൾ ഏത് സിനിമയ്ക്കാ പോയത്? എമ്പുരാൻ എന്ന തമ്പുരാൻ.